അടിപൊളി ബർത്ത്ഡേ. ഹേ ഗായ്സ്, സമയം 11:58. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് മൃദുലയുടെ ബർത്ത്ഡേ ആണ്. എല്ലാ വർഷവും കറക്റ്റ് 12 മണിക്ക് അവളെ മുടങ്ങാതെ വിഷ് ചെയ്യും. അവളുടെ റിലേഷൻ ആയത് അന്ന് തൊട്ട് ഇന്ന് വരെയും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വട്ടം വലിയ ആഘോഷമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഭയങ്കര സെലിബ്രേഷനും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. കാരണം അമ്പൂൻ്റെ ബർത്ത്ഡേ ഇപ്പം മെനങ്ങാതെ കഴിഞ്ഞേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ക്ഷീണം കഴിഞ്ഞ് അതിൻ്റെ എഡിറ്റിങ്ങൊന്നും കഴിഞ്ഞില്ല. ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് പോയോ വേറെ ഒന്നും പ്ലാൻ ചെയ്യോ നമുക്കറിയാം. അതിൻ്റെ കൂടെ അമ്പൂന് ചെറിയ രീതിയിലുള്ള മൂക്കൊലിപ്പും. അപ്പോൾ അവനെ കെയർ ചെയ്ത് വീട്ടിലിരുന്നല്ല, വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തൊന്നുമില്ല. അപ്പം ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാണ് മൃദുല ഇരിക്കുന്നത്. ആക്ച്വലി 12 മണിക്ക് കുളിക്കാൻ കയറിയിരിക്കുക. ബർത്ത്ഡേ ആവേശം, ഈ ബർത്ത്ഡേക്ക് കുളിച്ചിരിക്കണമെന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോഴാണ് കുളിക്കുന്നത്. കാരണം അവൻ ഭയങ്കര നിർബന്ധമായതുകൊണ്ട് അവർക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ 12 മണിക്ക് കുളിക്കാൻ കയറിയിരിക്കുക. പണ്ട് പറയല്ലോ, ഈ ബർത്ത്ഡേക്ക് കുളിച്ചില്ലെങ്കിൽ കാളയാവുമെന്നോ അങ്ങനെ എന്തോ പറയുമല്ലോ. പിറ്റേന്നാണ് അവൾ അർദ്ധരാത്രി കുളിക്കാൻ കയറി. ബർത്ത്ഡേ ആയിട്ട് ഫ്രഷ് ആയിട്ട് തുടങ്ങാതെ ഈ വർഷം. പിന്നെ നാളെ ഒരു ചെറിയ സർപ്രൈസ് ഒരു സംഭവം അവൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് നാളെ കാണാം. അപ്പോൾ അവൾക്ക് 26 വയസ്സാവുകയാണ്. എനിക്ക് അവൾക്ക് ഇപ്പോൾ ഒരേ വയസ്സാണ്, 26. അപ്പോൾ കുറച്ച് ദിവസങ്ങളുള്ളൂ. ഡിസംബർ ആകുമ്പോൾ ഒരു മാസം ഉള്ളൂ കേട്ടോ. അത് ഡിസംബർ ആകുമ്പോൾ പിന്നെ എനിക്ക് 27 ആവും ഗൈസ്. ഓ മൈ ഗോഡ്, 27 വയസ്സ്. അപ്പം സമയം എത്ര മണിയായി? അയ്യോ 12 മണി. ബാ അമ്പു ബാ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് അമ്മച്ചി വിഷ് ചെയ്യാം. കം. 12 മണിയായി. ഹാപ്പി ബർത്ത്ഡേ ടു യു. എവിടെ എടി ബർത്ത്ഡേ ആയിട്ട് ബാത്റൂമിൽ കയറി ഇരിക്കുന്നാടി. എടി കഷ്ടമാട്ടോ അതിന്റെ കാര്യം. കണ്ടോ, 25ാമത്തെ അവസാനത്തെ കുളി കുളിക്കുന്നെന്ന്. 25ാമത്തെ വയസ്സിലെ അവസാനത്തെ കുളിന്ന് ഗൈസ്. എന്ത് കഷ്ടമാകുമ്പോ ഇത്. അടിപൊളി ബർത്ത്ഡേ. എത്ര മണിയാ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ പറയുമായിരുന്നു അമ്പൂന് ചെറിയ മൂക്കൊലിപ്പ്. അങ്ങനെ നോക്ക്, 12 മണി ആയില്ല, അതിനു മുമ്പേ ഗിഫ്റ്റ് ചോദിക്കുക. ഉളുപ്പുണ്ടോ? ഉളുപ്പ്. ഈ ബർത്ത്ഡേക്ക് നിനക്ക് ഗിഫ്റ്റ് ഇല്ല. ഈ ഗിഫ്റ്റ് ഇല്ല. അയ്യോ ഗിഫ്റ്റ് ഇല്ല. കഴിഞ്ഞ ബർത്ത്ഡേ ഓർക്കുന്ന അച്ഛൻ ആദ്യം എന്നെ വിഷ് ചെയ്യുന്നത് ഓർമ്മയുണ്ടല്ലേ? എനിക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം ഞാൻ മറക്കൂല ഗൈസ്. ഞാനും അച്ഛനും ഒരു റൂമിൽ കിടന്ന് ഞാനിങ്ങനെ എഡിറ്റ് ഒക്കെ ചെയ്ത് വിളിച്ച ഓട്ടോനെ അച്ഛൻ ആദ്യം വായിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ അച്ഛൻ പാട്ടൊക്കെ പാടിയത് ഇല്ലേ? അപ്പം ഒരു വർഷം എപ്പോഴും പറയും എന്റെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കും, എന്റെ ബർത്ത്ഡേ ആഘോഷിക്കണ്ട, എന്റെ ബർത്ത്ഡേ ആഘോഷിക്കണ്ട. രായ്ക്ക് രാമായണം പൊട്ട ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത്. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കണ്ട. എന്താ ഒരു ജാടയൊക്കെ ചൂണിലൊക്കെ ഓ അതിന്റെ ഒരു അഭിമാനം. അച്ഛന്റെ കാര്യം ഓർത്താണ്. അന്ന് നീ അടുത്ത് കിടക്കോ ബോർഡ് കെട്ട് കിടന്ന് ഉറങ്ങുക. അറിയാമോ നിനക്ക്? നീ ബോർഡ് കെട്ട് കിടന്ന് കയ്പും മധുരവും എരി എല്ലാം ഉള്ള ഒരു വർഷം. കൊടുത്ത പൈനാപ്പിള് എരി ഉപ്പും എല്ലാം ഉണ്ട്. എന്റെ പക ഒരു ഉമ്മ. അമ്മയ്ക്ക് ഇവിടെ ഉമ്മ. 26 വയസ്സ്. എനിക്കും മൃദുലയ്ക്കും ഇന്ന് ഒരേ വയസ്സ്, ഒരേ ഏജ് അല്ലേ? ഡിസംബർ ആ സമയം ആയാലേ അത് മാറും. ഹാപ്പി ഹാപ്പി മേലെ ചിന്തൂർ കേട്ടാ. പണ്ട് സ്നേഹിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയായിരുന്നു, ചിലപ്പോൾ ചില നേരമൊക്കെ അവള് വീട്ടിൽ വെച്ചിട്ടായിരിക്കും ഞാൻ വിളിക്കുന്നത് ബർത്ത്ഡേക്ക്. അപ്പൊ ഞാൻ പറയും ഞാനിപ്പോ പറ്റുമായിരുന്നെങ്കിൽ ഞാനങ്ങ് വന്ന് ഞാൻ കേക്കൊക്കെ സർപ്രൈസ് ആയിട്ട് ഹോസ്റ്റലിൽ വന്നിട്ടുണ്ട്. ജനലിൽ കൂടെ ഒക്കെ സർപ്രൈസ് തരുന്നു. എവിടെ അമ്മക്കൊക്കെ അന്ന് പേടിയാണ് നമുക്ക് അങ്ങനെ പോകാനുള്ള. സത്യം ഇവക്കറിയോ, പണ്ട് ഡാൻസ് പഠിക്കാൻ നേരത്ത് നമ്മളെ കൂട്ടുകാരികള് ഓരോരുത്തരെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പൊ എവളെ വീട്ടിൽ വെച്ചിട്ട് ഒരു ദിവസം പ്രാക്ടീസ് വെച്ച്
സത്യം പറഞ്ഞാൽ അതിന് പോലും പോകാനായിട്ടുള്ള ഒരു ധൈര്യം ദില്ല് അന്ന് വെച്ചാൽ എവിടെ അച്ഛനെ കാണുമ്പോൾ അച്ഛൻ ഭയങ്കര മീശയൊക്കെ പിരിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ചാൽ നിന്റെ അച്ഛൻ പോലീസോ പട്ടാളോ വല്ലതും ആണോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചാൽ. അപ്പൊ നമുക്ക് ഉള്ളില് എന്റെ കൂട്ടുകാരൻ പറഞ്ഞ കളിയാക്കരുത്, കൂട്ടുകാരൻ മീൻസ് ബിനില് നീ അങ്ങോട്ട് ചെല്ലും. എപ്പോഴും എന്നെ കളിയാക്കുന്നത് ഇങ്ങനെ, നീ തമിഴ് സിനിമ കണ്ടിട്ടുണ്ടാ മറ്റേ വെട്ടും സുമോയിലൊക്കെ ഇങ്ങനെ നിര വാളുമായിട്ട് വരുന്ന അത് നീ ഓർത്തോ പ്രവീണ, നീ ആ വഴിക്ക് നീ പോകരുതെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സത്യം ഞാൻ വിചാരിച്ചു നോക്കിയല്ല അച്ഛൻ പാവോ. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ അതുകൊണ്ട് ആ ഭാഗത്തെമ്മലാന്ന് എഴുതി ഞാൻ അത് വഴി പോകത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പെണ്ണാടാൻ വേണ്ടി മൃദുലയുടെ വീട്ടിൽ പോകുന്നത്. എനിക്ക് വഴി പോലും അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്റെ കൂടെ നാളെ സ്നേഹിക്കുന്ന പെണ്ണിന്റെ വീടിന്റെ വഴി പോലും അറിയത്തില്ലെന്ന് പറഞ്ഞ് എന്റെ കൂടെ വന്നവരൊക്കെ കളിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിലൂടെ നൈറ്റ് കിടന്ന് ഉറങ്ങട്ടെ, നാളെ രാവിലെ എണീറ്റ് കാണാം. നേരത്തെ നമ്മളൊന്നും പ്ലാൻ ചെയ്തില്ല. നമ്മൾ പറഞ്ഞ അമ്പുവിന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് ഇന്നലെ ഒരു ദിവസമായിട്ടുള്ളൂ. സോ അതിന്റെ സാധനങ്ങൾ പോലും ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ, ഒന്നും പറക്കി പോലും വെച്ചില്ല, ഒന്നും ചെയ്തില്ല. നാളെ കാണാം. ബർത്ത്ഡേ ഗേളിന്റെ ഡ്രസ്സ് കണ്ടോ? എനിക്ക് വയ്യ. കുളിച്ചില്ലേ നീ? ഇന്നത്തെ ബർത്ത്ഡേ വ്ലോഗിൽ ഫുള്ള് നീ കുളിയാ. നമ്മളത് ഈവനിങ് ആയി വിറ്റേന്ന് ഫുഡൊക്കെ അടിച്ച് നമ്മൾ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്പൂട്ടൻ ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഇറങ്ങുമല്ലേ, പോവാം. അടിപൊളി. ഇനി കുറച്ച് നമ്മൾ നൈറ്റ് ഡിന്നർ, കറക്കം, അതൊക്കെ ഇന്നും ഉള്ളു കേട്ടോ ഗൈസ്. ഇപ്പോ നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. നമ്മളും റെഡി ആയിട്ട് ഇറങ്ങി പോവാം. നമ്മള് പോയിട്ട് വരാം. 40 ടൈം സ്റ്റാമ്പ്സ് എടുക്കാം. ടൈം സ്റ്റാമ്പ്സ് പക്ഷെ ടൈം സ്ലാപ്സ് അങ്ങനെ ടൈം ലാപ്സ്. അടിയേ നീയേ പുഞ്ചിരി ഞാനേ കിഞ്ചിരി. ടൈം സ്റ്റാമ്പ് ഡാൻസ് കളിക്കാൻ അങ്ങനെയൊക്കെ. നിനക്കിനി വിഷമം അങ്ങനെ ഞാൻ ഈ വട്ടം ഒരു സർപ്രൈസ് ആയിട്ടൊന്നും തരാത്തോണ്ടാണോ അങ്ങനെ? അതുകൊണ്ടൊന്നും വിഷമാണ്. എല്ലാ കൊല്ലവും ഈ വർഷം വേണ്ടാണ്. അല്ല എന്നാലും ഈ എല്ലാ കൊല്ലവും നമ്മൾ അങ്ങനെ എന്തെങ്കിലും ആഘോഷിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. എന്തോ ഒരു സംതിങ് ഒരു ബർത്ത്ഡേ ആകുമ്പോ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹാപ്പി അങ്ങനെ. എനിക്ക് ഉറക്കം അവരെക്കാളും എനിക്ക് ഉറക്കം വരുമായിരുന്നു. പിന്നെ അച്ഛയില്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ഒരു എന്തിവിടെ സ്വർണ്ണക്കട സാധാരണ എന്താണ് വരുന്നത്? ബാബാസി ക്യാമറ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പോണെന്ന് പറഞ്ഞ ആള് ഇങ്ങനെ ഇവിടെ കയറി ഞങ്ങളും കടിച്ചില്ല. പ്രതീക്ഷിക്കണ്ട, ഒരുപാടൊന്നുമില്ല. സ്വർണ്ണത്തിന്റെ വില കാരണം അതല്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സ്വർണ്ണവല്ലി വാങ്ങിച്ചെന്നെ. ഈ വട്ടം നിന്റെ ഒരു ആഗ്രഹം നിനക്ക് ഇവിടെ ഒരു സ്റ്റാർട്ട് അടിച്ച ശരിക്കോ? ഏട്ട പറഞ്ഞത് കുത്തണ്ട, ചിലപ്പോ ഷേപ്പ് ഒക്കെ മാറും, കൊള്ളത്തില്ലെന്ന്. ഇഷ്ടമാണല്ലോ എന്നും നീ വീഡിയോ എടുത്ത്. എനിക്ക് ആഗ്രഹം കുത്താൻ ഇവിടെ ഇങ്ങനെ ശരിക്കോ? കുണുക്കട എന്തോ ഒരു പേര് പറയുന്നു, ബുഗാട്ടിയോ ഫെറാരി തോക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ നീ ആ വീഡിയോ കാണിച്ചോളൂ. ആ ടൈപ്പ് ഉണ്ടോ ഉള്ള ഒരു വീഡിയോ റെഫറൻസ് കാണിച്ചോളൂ. 2 തരം സാധനമാണ് നോക്കിയത്. ഇതൊരെണ്ണം, പിന്നെ ഇതാണ് നമ്മളതിലെ വീഡിയോ കണ്ടു വന്നത്. പണ്ടത്തെ മോഡൽ ഇങ്ങനെ ഇതും കൊള്ളാം. ഇത് കുറച്ചും കൂടി ഒരു ഇതാണ് കുറച്ചും കൂടി എനിക്ക് രസമായിട്ട് തോന്നിയത്. അയ്യോ ഇത് കുറച്ചും കൂടി ഇത് കൊള്ളാം, നല്ല രസമാണ്. ഇത് കൊള്ളാം. അത് നോക്കണ്ട, കാതിടാൻ നല്ലത് രസം. ഇത് രണ്ടും കുറച്ചുകൂടി ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും, അതാകുമ്പോൾ പ്രസ്സായിട്ട് നല്ല ഭംഗിയായിരിക്കും.
അതുപോലെ ഗോൾഡ് മാത്രം വരുമ്പോഴേ ഒരു ഭംഗി. എന്തോ ഒരു ഭംഗി ഞാൻ പറഞ്ഞു ഇതിന്റെ പല ഡിസൈൻ എടുത്തേ. ഇതിപ്പോ എല്ലാരും കുത്തുന്നല്ലേ. മൃദുലയുടെ കാതിൽ എന്തോ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പോയി മരവിക്കാൻ വേണ്ടി. അത് വേദന കുറച്ച് കുറയാൻ വേണ്ടി വേദനിക്കും. നമ്മൾ അത് തന്നെ എടുത്തു കേട്ടോ ആ സാധനം. അത് ആടുന്ന വേണ്ട ഇച്ചിരി സ്റ്റിഫായിട്ടിരിക്കുന്ന മതി. രസമായിരിക്കും. ഇത്രയും ഭാഗം പ്ലെയിൻ ആയിട്ട് കിടക്കുമല്ലേ ഇവിടെ. ഇനി അടിക്കണോ? ഇനി ഇടയ്ക്ക് ഒരു ഗ്യാപ്പും കൂടി ഉണ്ട്. അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് ഇവിടെ ഒരു റിങ്ങില്ല. കുണുക്കിട്ടാലാണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു വേണ്ട. നമുക്ക് മറുകൊക്കെ ദൈവം തന്നിട്ടുണ്ട്. നീ എടുക്കും. നമുക്ക് കുണുക്ക് വേണ്ട. നമ്മുടെ നീ ഒരുപാട് കുറുങ്ങല്ലേ. നീ ഇവിടെ ഇരി കേട്ടോ. നമ്മള് മൊത്തം വെള്ളിക്കുടങ്ങളാ. ഭയങ്കര നിർബന്ധം. അത് നീ ശ്രദ്ധിക്കണം കേട്ടാ, പഴുക്കും. ഗൈസ് കുത്താൻ പോവാ. അമ്മച്ചി കുത്താൻ പോവാ. അമ്മട്ടി കുത്താൻ പോവാ. ഞാൻ വിചാരിച്ച ഗണ്ണായിരിക്കും. ഇല്ല 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 ഇല്ല. വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അവർ നമുക്കൊരു മാച്ച് ബർത്ത്ഡേ കാര്യം തന്നെ വാങ്ങിച്ചോ. ഓ അവനും പിടിച്ചേ കേട്ടോ. അവനും പിടിച്ചേക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സാധനം അടിപൊളി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം കൊള്ളാം. എടുപ്പുണ്ട്. ശരി. എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. നല്ല വേദനിച്ചില്ലേ? ഈ സൈഡ് ഭയങ്കര വേദനിച്ചു. ആഗ്രഹം തീർന്നേ. ആഗ്രഹം തീർന്നു. 2 ആഴ്ച മെഡിസിൻ ചെറുക്കം ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. കടിക്കുന്ന പട്ടിയൊക്കെ വാങ്ങിച്ചെന്ന് കേട്ടിട്ടേ ഇതിലേക്ക് നല്ല നൊമ്പലുണ്ട് കേട്ടോ. നല്ല വേദന ഉണ്ട്. ഇനി അമ്പൂട്ടം പിടിക്കുമ്പം അതിലും നല്ല വേദന എടുക്കും. മുടി കുരുക്കണം. എനിക്ക് മുടി നല്ലോണം പൊക്കി കെട്ടി വെക്കണം. നല്ല ആവശ്യമുണ്ട്. കൊള്ള സാധനം കൊള്ളാം. വീട്ടിൽ പോയിട്ടൊന്ന് കണ്ണാടി കുത്തി കഴിഞ്ഞാ പറഞ്ഞുതരാം. മറ്റേ ഓയിൽമെന്റ് ഒക്കെ പുരട്ടണോന്ന്. മൃദുലേക്ക് അതൊക്കെ കേട്ടപ്പോ കിളി പോയി. ഓ ആഴ്ച ബാബാസി കയറിയില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാ. നമ്മൾ ഇത്രയും ലെൻസ് ഒന്നും വാങ്ങിച്ചില്ല. നമ്മൾ ഡെമോയ്ക്ക് ലെൻസ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. നമുക്ക് തരും. നമുക്ക് ഉപയോഗമുള്ളത് തിരിച്ചുകൊണ്ട് കൊടുക്കണം. അവർ ഉപയോഗിക്കാൻ നമുക്ക് തരും. നമ്മൾ ഒരാഴ്ച ഉപയോഗിച്ചില്ലേ? ഒരാഴ്ച ഉപയോഗിച്ചിട്ട് നമ്മൾ 2 ലെൻസ് തന്നു. 35 ഉം 50. അപ്പോൾ 2 തൊട്ട് ഷൂട്ട് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ 35 വാങ്ങാൻ വിചാരിച്ചു. ബെസ്റ്റ്. അപ്പോൾ നമ്മളത് ഉറപ്പിച്ചു. അങ്ങനെ നമ്മളിതേ 35 ലെൻസ് വാങ്ങി സുഹൃത്തുക്കളായി. ഫൈനലി. അല്ല ഇത് നമ്മുടെ ജോലിക്ക് സംബന്ധമായ അപ്ഗ്രഡേഷൻ. ഇത് ഗിഫ്റ്റ്. നമുക്കമ്മ വീട്ടിൽ ചെന്നിട്ട് അമ്മയും ബിച്ചുണ്ണയൊക്കെ വിളിച്ച് നേരെ പുറത്തുപോയി ഫുഡ് കഴിക്കാൻ കഴിച്ചു. വളരെ ലിറ്റിൽ ആയിട്ടുള്ള വലിയ ഒരു കുട്ടി സർപ്രൈസ്. ഒരു കാത് കുട്ടി. നല്ല രസമുണ്ട് കാണാൻ. ഞാനേ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടി. എനിച്ചിരിക്കാതൊരു മഴ. ഐശ്വര്യത്തിന്റെ പ്രതിഗുണമാണ് മഴ. അങ്ങനാണ്. നല്ല ആൾക്കാരൊക്കെ ശരിക്കുന്നത് ഭൂമിയും അതാ ഇങ്ങനെ പ്രളയമൊക്കെ വരും. മഴയൊക്കെ ഡാമൊക്കെ നിറഞ്ഞ്. ഈ മഴയത്ത് നിനക്ക് പ്രളയം വരുന്ന അതല്ലേ ഓർക്കാൻ പുറത്തോട് എന്തൊരു മഴ. ഇങ്ങനൊക്കെ പെയ്താ ഡാം നിറയും, വെള്ളത്തിനടിയിലാവും. അത് ഐശ്വര്യമല്ല കേട്ടോ, ദുരന്തം. ഐശ്വര്യം എന്ന് പറയുന്നത് ദുരന്തം. ഭൂമി ഒന്ന് നനയും. എത്ര ദിവസമായി മഴ പെയ്തിട്ടല്ലേ ഭൂമി. അടിപൊളി മഴ. അടിപൊളി മഴ. എൻജോയ്ഡ് ലോട്ട്. ഉറക്കമില്ലേ? ഇല്ല 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 ഇല്ല. ഉറങ്ങിയ മുഖം കണ്ടോ? അയ്യോ ഉറക്കം മുഴിക്കാത്ത മുഖം. അങ്ങനെയൊക്കെ
ശതമാനം. 1% പോയിട്ട് -1% പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് വിടുവോ ഗൈസ്? അമ്മ ഇതണ്ട കാതില് കണ്ട അതിന്റെ വേദന എവിടെ? കാത് കുത്തി. അപ്പൊ കാത് കുത്തിക്കാനല്ല എന്നെ ഇവിടുന്ന് മാറ്റാൻ കൊണ്ടുപോയതല്ലേ. അവര് കുറഞ്ഞ സമയം കൊണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു ഗൈസ്. അവർക്കൊന്ന് വർക്ക് വേറെ നടക്കുവാ. അതൊക്കെ നമ്മളന്ന് അന്നത്തെ ബർത്ത്ഡേ സെറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച് ബ്രോ. വിളിച്ചപ്പോ എങ്ങനെ? ഇല്ല വിളിച്ചപ്പോഴൊക്കെ ഞാൻ വെളിയിലായിരുന്നു. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇറങ്ങിയപ്പോ വിളിച്ചായിരുന്നു. ഞാൻ വെളി ഇറങ്ങി പോയി സംസാരിക്കും. എവനും കരച്ചിൽ സംസാരിക്കും. അതുകൊണ്ട് ഡൗട്ടൊന്നും അടിച്ചില്ല. ക്യാമറ ലെൻസ് വാങ്ങിച്ചു. അപ്പൊ എനിക്ക് അത് പോയി സെറ്റ് ചെയ്യാതെ എനിക്ക് സമാധാനം ഇല്ലെന്ന് പറഞ്ഞോണ്ട് എന്നാ ഇവരെ കൂടെ പുറത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ വിളിച്ചോണ്ട് വന്നേ. ഞാൻ ലൈറ്റ് ഇട്ടേ ലൈറ്റ് ഇട്ടേ അപ്പോഴേ ഞാൻ ലൈറ്റ് ഇട്ടത് ഞാൻ പറഞ്ഞേ ബിച്ചുകൊണ്ടനെ പിന്നെ അറിയത്തില്ലല്ലോ. അപ്പൊ അറിയാതെ സ്വിച്ച് ഇട്ടായിരിക്കും പറഞ്ഞു. ഇനി കേക്ക് കട്ട് ചെയ്തേക്കാം. ഉറക്കം പോയി. റെഡ് അതൊക്കെ സെറ്റ് ചെയ്ത് റെഡാന്ന് പറഞ്ഞു കോസ്റ്റ്യൂം. അപ്പൊ ഞാൻ പറഞ്ഞു അവൾ ഇട്ടില്ല ഡ്രസ്. ഞാൻ ഏതാന്ന് നോക്കട്ടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിന് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരാൾ അയച്ചത് ഏട്ടൻ പോലെ എടുത്തല്ല. മനപ്പൂർവ്വം എനിക്ക് റെഡ് എടുത്തൊന്നും അല്ലല്ലോ. റെഡ് തീം റെഡ് ബലൂൺ എല്ലാം നമ്മൾ റെഡ് ചെയ്ത് സെറ്റ് ചെയ്തു. എല്ലാരും ബർത്ത്ഡേ വ്ളോഗ് പ്രതീക്ഷിക്കും. അമ്പൂട്ടൻ കേക്ക് നല്ലപോലെ കട്ട് ചെയ്തില്ല, കരച്ചിലായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ നല്ലപോലെ കട്ട് ചെയ്യാൻ തോന്നുന്നു. കേക്ക് റെഡ്. അപ്പൊ അമ്പൂട്ടന് അന്ന് കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. സോ ഇന്ന് നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാ. Let's go. Happy birthday to you. Happy birthday to you. And അപ്പോ നിന്റെ ഇല്ല നിന്റെ കഴിഞ്ഞു. അവൻ ചിരിച്ചോണ്ടിരുന്നു. എനിക്ക് അത് ഭയങ്കര സന്തോഷം. നിങ്ങൾ പ്ലാൻ ചെയ്യണ്ട. ഞാൻ തിന്നണമെങ്കിൽ ഞാൻ തീരുമാനിക്കും. 26 വയസ്സായിരിക്കാണ് സുഹൃത്തുക്കളെ. എനിക്കിപ്പോ അവർക്ക് ഒരേ വയസ്സാട്ടോ. 26 പറയാതെ അടുത്ത മാസം ആവൂലേ? വാ 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 വാ. ഇതേപോലത്തെ നല്ല അടിപൊളി സർപ്രൈസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടി ക്ലോത്ത്സുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അവര് നല്ല നീറ്റായിട്ട് ചെയ്തു തരും. ഒരു മൃതയുണ്ടോ അറിഞ്ഞത് പോലുമില്ല. എല്ലാ കോൺവെർസേഷനും നമ്മൾ ഭയങ്കര രഹസ്യമായിട്ടായിരുന്നു. അങ്ങനെ എത്ര നേരം എടുത്തു നമ്മൾ സെറ്റ് ചെയ്യാൻ? എത്ര ടൈം എടുത്തു നമ്മൾ സെറ്റ് ചെയ്യാൻ? പെട്ടെന്ന് 20 മിനിറ്റ് എടുത്തോളൂ. അപ്പൊ അവരിത് ഇങ്ങനത്തെ ഉള്ള അതെ അതെ ഇതൊക്കെ ചെറിയൊരു മൊമെന്റ് ആണ് ഗൈസ്. ലൈഫിലെ ഓരോ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ്. അപ്പം താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പം കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. ഇൻവെർട്ടർ ആണ്, അതുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത്. നല്ല കേക്ക് ആണോ? ഇതുപോലെ ഞാൻ പ്രതീക്ഷിക്കാതെ പോയി. പിന്നെ ഇത് ഹാപ്പി ആയിരുന്നു. അല്ല നമ്മളിപ്പോ സാധാരണ ആരെങ്കിലും ഇപ്പം പ്രവീൺ ബ്രോ സംസാരിച്ചു കഴിഞ്ഞാൽ ചെറിയ ഡൗട്ട് അടിക്കും. പക്ഷെ ഇത് ആ കാര്യത്തില് തോന്നില്ല. അത് അമ്മയെ അതോ പറഞ്ഞായിരുന്നു. കുഞ്ഞു കരയുമ്പോ പുറത്തൊക്കെ പോവും. കണ്ടോടാ ഞാനും കേക്ക് കട്ടിയതാ. എന്റെ ഓടാ നീ അല്ലേ കടച്ചില്ലേ? പക്ഷെ അവന്റേതായിരുന്നു ഗ്രാൻഡ്. പക്ഷേ അവ ഇടി ചിരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം അതില്. കേക്ക് കട്ട് ചെയ്ത് പോകാൻ ഭയങ്കര ചിരിയായിരുന്നു. അന്ന് രാജാവിനെ ഡ്രസ് ഇട്ടോണ്ടല്ലേ? സിമ്പിൾ അല്ലേ പരിപാടി? ബർത്ത്ഡേ ആഘോഷം അതെ കഴിഞ്ഞു കേട്ടോ. അടിപൊളി.
ഈ മൂളൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് കല്യാണത്തിന് മുന്നേയുള്ള മൂളൊക്കെ ഇന്ന് മാറിയാലേ അവൾ കഴിച്ചുകൊണ്ട് പോകപ്പെടുത്തുള്ളൂ. അതൊന്ന് മാറാമോ ഒന്ന്? ചേട്ടാ എന്തൊരു കഷ്ടം. ഇങ്ങനെ കഷ്ടമില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ഹാപ്പിഡേന്നൊക്കെ വെച്ചില്ലേ, ഇങ്ങനെയൊക്കെ നിന്ന് കഴിക്കട്ടെ. ഹാപ്പി ഗൈസ്. അപ്പോൾ ദേ ഹാപ്പി ആയിട്ട് നമ്മുടെ ഈ ഒരു വ്ളോഗും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണ സുഹൃത്തുക്കളെ. മൃദുല എന്തായാലും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഹാപ്പി. ഞാനും ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റി, അത് തന്നെ വലിയ കാര്യം. പറ്റി. അപ്പൊ എന്തായാലും ഹാപ്പി. ഫസ്റ്റ് ബർത്ത്ഡേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവളെ കുഞ്ഞ് വന്നതിന് ശേഷം ആദ്യത്തെ ബർത്ത്ഡേ നമ്മൾ ഹോസ്പിറ്റലിൽ അടിച്ച് പൊളിച്ചത്. അന്ന് ഭയങ്കരമായിട്ടൊന്നും ഒരുപാട് രീതിയിലൊക്കെ ചെയ്യണമെന്ന് അവൻ ഡെലിവറിക്ക് മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യം കൊണ്ട് നമുക്ക് അതിനൊന്നും സാധിച്ചില്ല. പക്ഷെ അതുകൊണ്ട് ഈ വർഷത്തെ ബിച്ചുണക്കത്തൊക്കെ പോകാനാ, ഈ വർഷത്തെ അമ്പുവിന്റെ ബർത്ത്ഡേയും മൃദുലയുടെ ബർത്ത്ഡേയും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നല്ലോണം അടിച്ചു പൊളിച്ചു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഈ ഒരു വ്ളോഗും കൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിനുള്ള വീഡിയോ ബൈ.